പുതിയ നിന്റെ ഫോൺ വിളിക്കുന്നത് ആരാണോ? ആ ആദിയാണല്ലോ. ഹലോ ഡേവിഡ്. ആദി, നീ പറയടാ. എത്ര നാളായടാ നീ ഒന്ന് വിളിച്ചിട്ട്? എടാ, ഞാൻ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം, ഒരു 10 മിനിറ്റ്. വിളിക്കാടാ. നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? നീ വല്ല കുഴപ്പത്തിനും ചെഞ്ചാടിയോ? എന്തായാലും നീ ധൈര്യമായിരി, ഞാനൊരു 10 മിനിറ്റുള്ളിൽ അങ്ങോട്ട് വിളിക്കാം.
ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മരണശേഷം എല്ലാവരും അവളെ കുറ്റപ്പെടുത്തില്ലേ? വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ മരണം അതാരെയും വേദനിപ്പിച്ചുകൊണ്ടാവരുത്. ഞാൻ മരിക്കുന്നതിൻ്റെ കാരണം അവളല്ലാതെ ലോകത്തൊരാൾ കൂടി അറിഞ്ഞിരിക്കണം. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ. അതെ, അവൻ തന്നെ. ശബ്ദത്തിന് എന്ത് പറ്റി? നീ വല്ല കുഴപ്പത്തിലും ഞാൻ ചാടിയോ? എന്തായാലും നീ ധൈര്യമായി. ഞാനൊരു 10 മിനിറ്റുള്ളിൽ അങ്ങോട്ട് വിളിക്കാം. ഹലോ ആദി, നീ എന്താ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞേ? എടാ നീ കരയാതെ കാര്യം പറ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. നീ കാര്യം പറയടാ. ഹലോ ആമി, ഇത്ര ദിവസം നീ എവിടെയായിരുന്നു? 3 ദിവസം എൻ്റെ ശബ്ദം കേട്ടിട്ട്. നീ എന്നെ ബ്ലോക്ക് ചെയ്തോ? വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചതിന് മറുപടി ഇതാ. നീ എന്നെ ബ്ലോക്ക് ചെയ്തോ? അതെ, ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അതിന് നീ ഇത്ര ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? ഈ കാര്യങ്ങൾ തെളിച്ച് പറയാം, എന്നാലും എനിക്ക് മനസ്സിലാവൂ. അതെ, എനിക്ക് MBAക്ക് പുറത്ത് പോയി പഠിക്കാൻ അഡ്മിഷൻ കിട്ടി. അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? നീ എന്തിനാ എന്നെ ഒഴിവാക്കുന്നേ? ആദ്യം നിനക്കറിയാലോ, എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ആഗ്രഹമാണ് പുറത്ത് അഡ്മിഷൻ എടുത്ത് പഠിക്കുക എന്നത്. പക്ഷെ ചേച്ചിയുടെ കല്യാണത്തിന് ശേഷം അച്ഛൻ ആകെ സാമ്പത്തികമായി തളർന്നു. അപ്പോഴൊക്കെ ഞാൻ ഓർത്തിരുന്നത് എൻ്റെ സ്വപ്നം നടക്കുകയില്ല എന്നാണ്. എന്നിട്ടും എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തുന്നത്. നിനക്കറിയാലോ, അവരുടെ കഷ്ടപ്പാടും സ്നേഹവും എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? അവർക്ക് എന്നിലൊരു പ്രതീക്ഷയുണ്ടാതി. നീ അത് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ സ്നേഹത്തിൽ ഒരു വിലയില്ലായിരുന്നോ? ഇത്രയും നാൾ നിന്നോട് കാണിച്ചതോ? ശരി, ഓക്കെ. നിന്റെ വീട്ടുകാർ അവർ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എൻ്റെ വീട്ടുകാരെ പറ്റി എന്തറിയാൻ മതി നിനക്ക്? നീ എൻ്റെ വീട്ടിൽ പറഞ്ഞ് സമ്മതിക്കുന്നല്ലേ? നടക്കുകയില്ല, അത് നടക്കുകയില്ല. അവസാനം ഇത് ഒളിച്ചോടിപ്പിച്ച് എന്നെ നിൽക്കുക. മതി, നമുക്കിത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ മതി. അവസാനിപ്പിക്കാനോ? എടി, നിനക്കിതെങ്ങനെ പറയാൻ തോന്നി? അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ലൈഫ്. നമ്മൾ തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്നറിയാമോ? ജാതി, മതം, കുടുംബം എല്ലാം നമ്മൾ നോക്കണ്ടേ? ആഹാ, നിന്നോട് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴും നീ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴും നിനക്കിങ്ങനെ തോന്നിയില്ല? ഈ തിരിച്ചറിവൊന്നും ഉണ്ടായില്ല? ആദ്യം അന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയാൻ മേല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ വീട്ടുകാരുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ എനിക്ക്? അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ ആദ്യം? ബ്രേക്കപ്പ് അല്ലേ? ഞാനെല്ലാം മറക്കണമെന്ന് എനിക്ക് പറ്റില്ല. നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു നിമിഷം പോലും. ഒരു പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മറന്നല്ലേ പറ്റൂ. അതുപോലെ നീയും എന്നെ മറക്കണം. പക്ഷെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. അതെന്താ നീ മനസ്സിലാക്കാത്ത? എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ എന്താ ചെയ്യാനാ? ഇനി നമ്മുടെ ഇടയിൽ ഒരു ഓർമ്മകൾ പോലും പാടില്ല. ഞാൻ നിനക്ക് തന്ന ഗിഫ്റ്റുകളും നീ എനിക്ക് തന്ന ഗിഫ്റ്റുകളും എല്ലാം ഒരു ഓർമ്മയ്ക്കായിട്ട് പോലും വേണ്ട നമുക്ക്.
നിനക്കിതെങ്ങനെ കഴിയുന്നു? നമ്മൾ സ്ഥിരം കണ്ടുമുട്ടുന്ന സ്ഥലത്ത് എല്ലാം തിരിച്ചു നൽകാനായി ഞാൻ വരും. നീയും വരണം. ആദി, എന്നെ ആരും വിളിക്കുന്നുണ്ട്. അമ്മയാണെന്ന് തോന്നുന്നു. ആദി, ഞാൻ പറഞ്ഞതുപോലെ നീ തിരിച്ചു വിളിക്കരുത്. നാളെ നമുക്ക് കാണാം. ശരി. അമ്മി, ഹലോ ഹലോ അമ്മി. അവളെ വേണം. 3 കൊല്ലം നിഴല് പോലെ നടന്നിട്ട് അവൾക്ക് എന്നെ വേണ്ടാന്ന്. എടാ അതിന് എന്ത് പറ്റി? നിങ്ങൾ തമ്മിൽ ഉടക്കിയോ? ഇല്ലടാ, മുള്ളു കൊണ്ട് പോലും ഞാൻ അവളെ നോക്കിച്ചിട്ടില്ല. അവളിപ്പോ പറയാം അവളുടെ വീട്ടുകാരെ ഇപ്പം വേദനിപ്പിക്കാൻ പറ്റിയല്ലോ. എന്താ ചെയ്യുക? എടാ ആദി, നിന്റെ അവളുടെ പ്രണയം കണ്ടിട്ടൊക്കെ എനിക്കൊക്കെ എന്നും അസൂയ തോന്നിയിട്ടുള്ള അറിയോ? എടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. അവൾക്ക് എന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? എടാ പൊട്ട, നിന്നെ അവള് പറ്റിക്കുന്നതായിരിക്കും. അല്ലടാ, ഞാൻ ഇന്നലെ നല്ല അവളെ കാണാൻ തുടങ്ങിയേ. അതല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി എന്നെ വിളിച്ചേ. എന്താ? നീ പറ. ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ. ഞാനില്ലടാ, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീ എന്താ ഈ പറയുന്നേ? നീ എന്താ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? അവൾക്ക് മറക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് പിന്നെ എന്താ? നീ ചെക്ക ചുമ്മാ തമാശക്കല്ലേ? ഇവിടെ 2 സ്ട്രിപ്പ് പാരസെറ്റാമോളുണ്ട്, അതെടുത്ത് കഴിച്ചിട്ട് ഞാൻ കടക്കാൻ പോവാ. ബൈഡാ. ഏയ്, നീ അങ്ങനെയൊന്നും ചെയ്യരുത്. അവളെ കൂടാ സ്നേഹിക്കുന്ന നിന്നെ എത്ര പേരുണ്ട്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, കൂട്ടുകാര്, ഞങ്ങളൊക്കെ എന്തോരാണ് നിന്നെ സ്നേഹിക്കുന്നത്. ഇതൊക്കെ മറന്ന് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടോ? ഞങ്ങളുടെ സ്നേഹത്തിന് നീ എന്തേലും മരുന്ന് നൽകിയിട്ടുണ്ടോ? പ്ലീസ്ഡാ, പ്ലീസ്. ഇല്ലടാ, ഞാൻ തീരുമാനിച്ചതാ. എടാ പുല്ലേ, നാളെ അവള് കാണാന്നല്ലേ നിന്നോട് പറഞ്ഞേക്കുന്നേ. നാളെ കാണുന്ന സത്യം. എടാ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അവള് തമാശതാണെങ്കിലോ? നീ ഒന്ന് ഓർത്ത് വെക്കേ. ഇങ്ങനെയൊക്കെ നീ പിന്നെ കടുങ്കൈ ചെയ്താൽ പിന്നെ അവള് ബാക്കി ഉണ്ടാവുമോ? ദേവിടേക്ക് വട്ട് വിളിക്കടാ, എനിക്കറിയത്തില്ല. എടാ നീ ഓർത്തോ, എനിക്ക് നിന്നെ ഒന്ന് വന്ന് രക്ഷിക്കാൻ പോലും പറ്റുന്ന സ്ഥലത്തല്ല ഞാനിപ്പം. എടാ നാളെ അറിയാലോ. നീ ഞങ്ങളെയൊക്കെ ഒന്ന് ഓർക്കടാ. എടാ പ്ലീസ്, പ്ലീസ് പ്ലീസ്. അഥവാ അവളെന്നെ ഫൂളാക്കുവാണെങ്കിൽ ലൈഫിൽ ഒരു ബന്ധവും കാണില്ല അവളായിട്ട്, ഉറപ്പാ. എടാ അത് തന്നെയാടാ ശരി. എടാ നമുക്ക് നാളെ നേരി കണ്ടിട്ട് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. ശരിടാ, നാളെ നീയും കാണും. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങും. ഓക്കെടാ, താങ്ക് യു. ഓ, ഇപ്പോഴത് സമാധാനമായത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നാളെ ഞാൻ ഉറപ്പായിട്ട് അവിടെ ഉണ്ട്. നീ പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ലേ? ഗുഡ് നൈറ്റ്. ശേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേ അവളവിടെ ഉണ്ട്. നീ ചെല്ലും, ഞാനിവിടെ തന്നെ വന്നു. ആദി, ഞാൻ പറഞ്ഞത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ തന്നെയാ. ആദി, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? അതോ ഞാൻ എങ്ങനെയാ ഇതൊക്കെ പറയുന്നത് പോലും എനിക്കറിയാൻ മേല.
എടാ എനിക്കും ഉണ്ട് സങ്കടങ്ങൾ, ഒരുപാട് സങ്കടമുണ്ട്. ചങ്ക് പൊട്ടിയിട്ടാ പറയുന്നു ഓരോ കാര്യങ്ങളും. നീ എനിക്ക് വിഷമമില്ല എന്ന് നീ ഓർക്കരുത്. പക്ഷെ നമ്മുടെ വീട്ടുകാരെയും കൂടെ നമ്മൾ ഓർക്കണ്ടേ? അവരെനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ സ്നേഹവും കഷ്ടപ്പാടും കാണാണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ബ്രേക്കപ്പ് ആകാം. ആദി, അയ്യേ പറ്റിച്ചേ, ഏപ്രിൽ ഫൂൾ. എനിക്ക് ദൈവം വിളിച്ചപ്പോഴേ ചോദിച്ചേ ഏപ്രിൽ ഫൂൾ ഉണ്ടാക്കോണം. അപ്പോൾ അല്ലാന്ന് ഈ പുന്നാര മോളെ ഞാൻ എന്താ പറയണ്ടേ? ചാവാൻ പോരെ ഞാൻ. ആയിരിക്കുന്നുണ്ടല്ലോ, അവനില്ലായിരുന്നെങ്കിൽ നീ എൻ്റെ ശവത്തെ ആയിരിക്കും കാണുന്നത്. എൻ്റെ പേര് ആരും മനസ്സിലാകത്തില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞാലേ അവള് നിന്നെ പറ്റിച്ചായിരിക്കുന്നു. അവൾ ഓർക്കുന്നുണ്ടോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? നീ പ്രശ്നം പറഞ്ഞവർക്ക് ദേ അവള് കരയുന്നു. ഐ എം സോറി ആദി. നീ ഇത്രയും സങ്കടപ്പെടുന്ന ഞാൻ സത്യത്തിലാണ് വിചാരിച്ചില്ല. എൻ്റെ തെറ്റാ, ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. ഐ എം റിയലി സോറി ആദി. നീ ചെല്ല്, എടാ ചെല്ലടാ. ഒന്നും കരുതിക്കൂട്ടി ചെയ്തതല്ല, സാഹചര്യം കൊണ്ടാണ്. നിന്നെ തല്ലണമെന്ന് വിചാരിച്ചല്ലേ? എൻ്റെ അവസ്ഥ അതാ. സോറി, തല്ലിയതിൽ സോറി. സോറി ആദി. വാക്കുകൾ അത് മൂർച്ചയേറിയൊരു ആയുധം പോലെയാണ്. ചില ജീവിതങ്ങളെ ജീവിപ്പിക്കാനും മരണത്തിലേക്ക് പറഞ്ഞുവിടാനും ശക്തമായവ. സ്നേഹത്തിൻ്റെ നിറക്കൂട്ടിൽ നാം ചാലിച്ചെഴുതിയ ആത്മാർത്ഥ സൗഹൃദങ്ങൾ, അതാണെന്നും പ്രണയത്തിൻ്റെ വിജയം. നമുക്കതിനെ കാലത്തിൻ്റെ ഒഴുക്കി ഒരിക്കലും നഷ്ടമാക്കാതിരിക്കാം.